നമസ്കാരം. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയിൽ നിയമസഭയിൽ വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സർക്കാരിന്റെ നിലപാടല്ല ഇതെന്നും മന്ത്രി പറഞ്ഞു. കഷ്ടപ്പെട്ട് പഠിച്ചാണ് കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകുന്നത്. അതുകൊണ്ടാണ് അവർക്കെല്ലാം +2 പഠനത്തിനുള്ള അവസരം സർക്കാർ ഒരുക്കിയത്. മന്ത്രി സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിനു വേണ്ടി പറഞ്ഞതാണിതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് താൻ പറഞ്ഞതെന്നും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ തന്റെ നിലപാട് അറിയിച്ചു. വീടിനടുത്തുള്ള വിഷ്ണുരാജ് എന്ന പേരുള്ള ഒരു കുട്ടി വീട്ടിൽ വന്ന് തനിക്കൊരു അപേക്ഷ തന്നു. അതിൽ നിരവധി അക്ഷരത്തെറ്റ് കണ്ടു. അത് കണ്ടപ്പോൾ വിഷമം തോന്നി. അതാണ് എഴുത്തും വായനയും അറിയാത്ത ചില കുട്ടികളുണ്ടെന്ന പ്രസംഗത്തിൽ പറയാൻ കാരണം. അത് മൊത്തത്തിൽ കേരളത്തിൽ പ്രശ്നമാക്കേണ്ടതില്ല. ഓൾ പാസ് UDF കാലത്തും ഇപ്പോഴുമുണ്ട്. അതിനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. താനൊരു വിഷയം പറഞ്ഞു. ജനാധിപത്യ രാജ്യമല്ലേ, ചർച്ച നടക്കട്ടെ എന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസവും വിഷയത്തിൽ വി ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു. സജി ചെറിയാൻ തെറ്റുപറ്റിയാൽ തിരുത്തുന്നയാളാണെന്നും ശുദ്ധ മനസ്സുകൊണ്ട് പറഞ്ഞു പോകുന്നതാണെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് സജി ചെറിയാൻ തിരുത്തിയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് പനിയാണെന്നും നിയമസഭയിലും മന്ത്രിസഭാ യോഗത്തിലും വന്നില്ലെന്നും ശിവൻകുട്ടി മറുപടി നൽകിയിരുന്നു. 10ാം ക്ലാസ് പാസ്സായവർക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന സജി ചെറിയാന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ മറുപടി. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സത്യമല്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ശുദ്ധ മനസ്സുകൊണ്ടാണ് പലതും പറയുന്നത്. പണ്ടും പലതും അങ്ങനെ പറഞ്ഞു കുടുങ്ങിയിട്ടുണ്ട്. പറഞ്ഞതിന്റെ പേരിൽ കുറെ ത്യാഗം അനുഭവിച്ചിട്ടുമുണ്ട്. തിരുത്താൻ സമയം കൊടുക്കാമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ആലപ്പുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് സജി ചെറിയാൻ 10ാം ക്ലാസ് പാസ്സായവർക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് പറഞ്ഞത്. ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിനും എഴുതാനോ വായിക്കാനോ അറിയില്ല. പണ്ടൊക്കെ SSLCക്ക് 210 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ്. ആരെങ്കിലും SSLC തോറ്റാൽ സർക്കാരിൻ്റെ പരാജയമായി ചിത്രീകരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിനിറങ്ങും. അതുകൊണ്ട് തന്നെ എല്ലാവരും ജയിപ്പിക്കുകയാണ് സർക്കാരിന് നല്ല കാര്യമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഈ പ്രവണത നല്ലതല്ലെന്ന് പറഞ്ഞ പുതിയ വിദ്യാഭ്യാസ മന്ത്രി മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രകൃതിയോടുള്ള ഇണങ്ങിയ ജീവിതം കുറഞ്ഞതിനാൽ കുട്ടികൾക്ക് പോത്തിനെയും പശുവിനെയും തിരിച്ചറിയാതെയായി. ഇപ്പോൾ തുടങ്ങിയാൽ പൂട്ടാത്ത സ്ഥാപനം മദ്യവിൽപ്പനശാലയും ആശുപത്രിയുമാണ്. ഈ സ്ഥാപനങ്ങൾ നാൾക്കുനാൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. സജി ചെറിയാന്റെ പല പ്രസ്താവനകളും ഇതിനു മുമ്പ് സർക്കാരിന് തലവേദനയായി മാറിയിരുന്നു. ഭരണഘടനയിലും കൃഷിക്കാരുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്തത് സജി ചെറിയാൻ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്നിരുന്നു. എന്നിട്ടും പാഠം പഠിച്ചില്ലെന്ന വിലയിരുത്തലാണ് ശിവൻകുട്ടിക്കുള്ളത്. പ്രതിപക്ഷത്തിന് അടിക്കാൻ വടി കൊടുക്കുന്നതാണ് സജി ചെറിയാന്റെ പ്രസ്താവന എന്ന വിലയിരുത്തൽ CPMലെ ചില ഉന്നതർക്കുമുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ചർച്ച നടക്കുമ്പോഴായിരുന്നു സജി ചെറിയാന്റെ വിവാദ പരാമർശവും. 10ാം ക്ലാസ്സിലെ കുട്ടികളെ വെറുതെ ജയിപ്പിക്കുന്നുവെന്ന ആരോപണം സജീവമായ കാലത്താണ് മന്ത്രി തന്നെ ഇങ്ങനെ പറഞ്ഞത്. ഇതൊരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടിയും പറയുന്നു. അക്കാദമിക മികവിൻ്റെ മേഖലയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വികസന സൂചികയിൽ കേരളം മുന്നിലുണ്ട്. സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് ചിലർ വിവാദത്തിന് ശ്രമിക്കുന്നതെന്നും മന്ത്രി ആരോപിച്ചിരുന്നു. സജി ചെറിയാന്റെ പരാമർശത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും സജി ചെറിയാൻ്റേത് അതിരുവിട്ട വിമർശനമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും സമ്മതിക്കുന്നു. മറ്റ് വകുപ്പുകളെ പ്രതിസന്ധിയിലാക്കുന്ന അഭിപ്രായങ്ങൾ ആരും നടത്തരുതെന്നാണ് ശിവൻകുട്ടിയുടെ നിലപാട്. 10ാം ക്ലാസ് വിഷയത്തിൽ സജി ചെറിയാൻ എടുത്ത നിലപാട് ശരിയായില്ലെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായം.